കാർഗിൽ യുദ്ധവിജയം 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ യുദ്ധചരിത്രം രേഖപ്പെടുത്തിയ ഒരാൾ യുപിയിലെ നോയിഡയിൽ ജീവിക്കുന്നു. SC ത്യാഗി എന്നറിയപ്പെടുന്ന റിട്ടയർഡ് കേണൽ സതീഷ് ചന്ദ്ര ത്യാഗി യുദ്ധമുഖത്ത് കണ്ടതും കേട്ടതും പകർത്തി പുറം ലോകത്തെത്തിച്ചപ്പോൾ നാടിന് ലഭിച്ചത് രാജ്യസ്നേഹം തുള്ളിത്തുളുമ്പുന്ന അനുഭവങ്ങളുടെ നേർചിത്രം കൂടിയായിരുന്നു. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും പാകിസ്ഥാനിൽ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചാണ് ഇന്ത്യൻ സൈനികർ കാർഗിലിലേക്ക് കുതിച്ചത്. കാർഗിലിലെ പോരാട്ടം എങ്ങനെയായിരുന്നു എന്ന ഒരു ഓർമ്മ തന്നെയാണ് കേണൽ SC ത്യാഗി. ആയിരത്തി 1975 സേനയുടെ ഭാഗമായ SC ത്യാഗി ഏറെക്കാലവും സേവനമനുഷ്ഠിച്ചത് തീവ്രവാദികൾക്കെതിരെ പോരാടുന്ന പട്ടാളക്കാരുടെ പരിശീലകൻ എന്ന നിലക്കായിരുന്നു. 1999 നീണ്ട ലീവിന് നാട്ടിലേക്ക് വരുന്നതായി ശ്രീനഗറിൽ നിന്നും ഭാര്യ പൂനത്തിനോട് ഫോൺ ചെയ്ത് പറഞ്ഞ ശേഷം ഓഫീസിലേക്ക് എത്തുമ്പോൾ ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നതും പരിഭ്രാന്തരായി ഓടുന്നവരെയുമാണ് കണ്ടത്. കാർഗിലിൽ എന്തോ സംഭവിച്ചു, വീരമൃത്യു വരെ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ത്യാഗി ഒരിക്കൽ കൂടി വിളിച്ചു. അവധി സ്വയം റദ്ദാക്കിയതായി അറിയിച്ചു. ദ്രാസ് ബ്രിഗേഡ് കമാൻഡർ ബ്രിഗേഡിയർ അമർ ഔളിനോട് കാർഗിലിലേക്ക് പോകാൻ അനുമതി നൽകണമെന്നും അഭ്യർത്ഥിച്ചു. ട്രെയിനർ എന്തിന് പോരാട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നായിരുന്നു ആദ്യ ചോദ്യം. ഈ പോരാട്ടം ലോകമറിയുന്ന രീതിയിൽ പകർത്തണമെന്നും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കണമെന്നും പറഞ്ഞു. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സമ്മതം ലഭിച്ചു. കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാനികളുണ്ടെന്ന് ആട്ടിടയന്മാർ നൽകിയ വിവരം മെയ് 3 മുതൽ സൈന്യത്തിന്റെ കയ്യിലുണ്ട്. ജൂൺ 11 മുതലാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങിയത്. ആദ്യ വിജയം 11-നായിരുന്നു. പാകിസ്ഥാൻ കൈയേറിയ ടോലോലിംഗ് തിരിച്ചുപിടിച്ചപ്പോൾ 30-ലധികം വീരമൃത്യു സംഭവിച്ചു. സമാനതകളില്ലാത്ത പോരാട്ടമാണ് മുന്നിൽ കണ്ടത്. തലനാരിഴയ്ക്ക് മരണം തെന്നിമാറിയ എത്രയോ സംഭവങ്ങൾ. മുന്നിൽ പൊട്ടിയ ബോംബിന്റെ ചെറിയ കഷ്ണം ഓർമ്മയ്ക്കായി ത്യാഗി ഇന്നും സൂക്ഷിക്കുന്നു. This is a small piece. Okay. Bigger piece. Okay. And they break bones. Okay. This was very near me when it blasted. ഓർമ്മകൾ ശബ്ദവും ദൃശ്യവുമാക്കി കാസറ്റിൽ സൂക്ഷിച്ചു. ത്യാഗി എഴുതിയ ദ കാർഗിൽ വിക്ടറി ബാറ്റിൽസ് ഫ്രം പീക്ക് ടു പീക്ക് എന്ന പ്രസിദ്ധമായ പുസ്തകം നേരനുഭവങ്ങളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. കൺമുന്നിൽ ജവാന്മാർ വെടിയേറ്റ് വീഴുമ്പോഴും വിജയത്തിൽ കുറഞ്ഞ 1 ലക്ഷ്യവും ഇന്ത്യൻ സൈന്യത്തിലുണ്ടായിരുന്നില്ല. ആദ്യ മല തിരിച്ചുപിടിച്ച ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ രവീന്ദ്രനാഥിനോട് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ 32 കുട്ടികളെ നഷ്ടമായില്ലേ എന്നായിരുന്നു തിരിച്ചുള്ള ചോദ്യം. So when I went to him and I asked him, you have won the first victory, that is most important. You have won back the real pride for the Indian Army. How do you feel? He said, sir, I'm not happy because I lost 32 men in this war. പരീക്ഷയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ വരാമെന്നേറ്റിരുന്ന ഭർത്താവ് യുദ്ധമുഖത്തായപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് മക്കളെ പരീക്ഷ എഴുതിച്ച പൂനമാണ് SC ത്യാഗിയുടെ നല്ല പാതി. Mom, you know little bit of driving, why don't you practice it? In 24 hours, me and my daughters, because they were on my side and they were saying, okay, this is gear 1, this is gear 2, dad does like this. It was hilarious, but we managed. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുതെന്നാണ് പുതുതലമുറയോട് പഴയ കേണലിന്റെ ഉപദേശം. You have to come forward, serve your motherland, serve your country. You get even 1 year service, you should be proud of serving your motherland. 2 അടി മുകളിലേക്ക് വെക്കുമ്പോൾ 4 അടി താഴേക്ക് ഊർന്നു പോകുന്ന മഞ്ഞുമലകളിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ ധീരമായ പോരാട്ടമാണ് ഒടുവിൽ ത്രിവർണ്ണ പതാക പാറിച്ചത്. സൈനികർ രക്തവും വിയർപ്പും രാജ്യത്തിന് സമർപ്പിച്ച കഥകൾ ഓർത്തോർത്താണ് ത്യാഗിയുടെ വിശ്രമ ജീവിതം. ഈ കണ്ണുകൾ കണ്ടതാണ് കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കാർഗിൽ യുദ്ധവിജയത്തിന് 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ SC ത്യാഗിക്ക് ഓർമ്മകൾ കൂടുതൽ തെളിച്ചമുള്ളതായി മാറുകയാണ്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം UPയിൽ നിന്നും D ധനസുമോദ്, മീഡിയ 1.